EV വെഹിക്കിൾ ഡ്രൈവ് ചെയ്യാറുണ്ട് ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവർക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഒരു EV വാഹനം എങ്ങനെ ഓടിച്ച് നോക്കാം, എങ്ങനെ ഓട്ടിക്കാമെന്ന് നമുക്കൊന്ന് വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ടാറ്റ പഞ്ച് EV ആണ്. നമ്മളിതിൽ മനസ്സിലാക്കുന്ന കേസ്, നമ്മൾ വണ്ടിയിൽ ഈ വണ്ടി ക്ലച്ച് വരത്തില്ല. കാരണം ഇത് ഓട്ടോമാറ്റിക്കാണ്, EV ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ക്ലച്ച് വരത്തില്ല. അപ്പം നമുക്ക് എപ്പോഴും ലെഫ്റ്റ് കാല് ഫ്രീ ആയിരിക്കും. ലെഫ്റ്റ് കാല് നമുക്ക് ഏതൊരു യൂസും ഇല്ല. നമുക്ക് റൈറ്റ് കാലിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം ഇത് നമുക്കിവിടെ കാണാം, ആക്സിലേറ്ററാണ് ഇവിടെ ആദ്യം കാണുന്നത്. ആക്സിലേറ്റർ ഇവിടെ ഉണ്ട്, തൊട്ടടുത്ത് ബ്രേക്ക് ഉണ്ട്. രണ്ടും നമ്മൾ സാധാരണ വണ്ടി യൂസ് ചെയ്യുന്ന പോലെ തന്നെ വലത്തേക്കാലുകൊണ്ട് തന്നെയാണ് രണ്ടും നമുക്ക് യൂസ് ചെയ്യേണ്ടത്, ആക്സിലേറ്റർ ബ്രേക്ക്. ബാക്കി ലെഫ്റ്റ് കാല് എപ്പോഴും ഫ്രീ ആണ്. ലെഫ്റ്റ് കാലിൻ്റെ ഏതൊരു യൂസ് നമുക്കില്ല. ഇതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് EV വെഹിക്കിളിൽ കൂടുതലും നമ്മൾ സാധാരണ മാനുവൽ വണ്ടി ഓടിക്കുന്ന പോലെ ആക്സിലേറ്റർ നമ്മളിങ്ങനെ നല്ല പ്രസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഒരു ഫെദർ ടച്ച് എന്ന രീതിക്ക് നോർമലി കൊടുത്തേ പോകാവൂ. നമ്മൾ കൊടുക്കും എടുക്കും ആ രീതിയിൽ പോയാൽ കുറച്ചും കൂടെ ഈ ചാർജ് എല്ലാം പെട്ടെന്ന് കുറയാനുള്ള ചാൻസ് കൂടുതൽ. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ കൊടുക്കുക, ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക. ആ രീതിയിലാണ് വണ്ടി ഓടിക്കേണ്ടത്. നമുക്കിനി ഈ വണ്ടി എങ്ങനെ സ്റ്റാർട്ടാക്കാമെന്ന് ഇതിൻ്റെ ഗിയറും മോഡും കാര്യങ്ങളൊന്നും നോക്കാം. ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. നമുക്ക് അതിൻ്റെ റിമോട്ട് കീ ഇവിടെ ഉണ്ട്. കീ നമുക്ക് വണ്ടിയിലോ പോക്കറ്റിലോ വെച്ചിരുന്നാൽ മതി. നമുക്കിവിടെ വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് പുഷ് ബട്ടൺ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്യാം. ഇപ്പോൾ വണ്ടിയിൽ ഫുള്ളൊന്ന് ഓണായി എല്ലാം വരും. പിന്നെ ഇവിടെ മീറ്റർ ഒന്ന് ശ്രദ്ധിക്കേണ്ട കേസ്, ചില വണ്ടിയിൽ ഇഗ്നിഷൻ മാത്രം ഓൺ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഇഗ്നിഷൻ്റെ ഒരു സിമ്പിൾ കാണിക്കും. ഇപ്പോൾ നമുക്ക് നിലവിൽ വണ്ടി ഫുൾ ഓണാണ്. ഇവിടെ ഓടോ എന്ന് പറഞ്ഞിട്ട് ഫുൾ ഓണാണ്. ഇപ്പോൾ സാധാരണ വണ്ടിയിലുള്ള പോലെ നമുക്കിപ്പോൾ ഈ പാർക്ക്, ന്യൂട്രൽ, അങ്ങനെ ലിവർ ഇല്ല. ഇപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഇപ്പോൾ എല്ലാ വാഹനങ്ങളും വരുന്നത്. നമുക്കിപ്പോൾ ഇതിൽ വേറെ ഒന്നുമില്ല. നമ്മൾ ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് തന്നെ ഇപ്പോൾ വണ്ടി ഇപ്പോൾ കിടക്കുന്ന പാർക്കിലാണ്. അവിടെ പാർക്കുണ്ട്, 6 റിവേഴ്സ് ഉണ്ട്, N ന്യൂട്രൽ ഉണ്ട്, D ഡ്രൈവ് ഉണ്ട്. ഇത്രയാണ് ആകെ വരുന്നത്. നമുക്കിതിൽ തന്നെ തൊട്ടിപ്പുറത്ത് ഈ വണ്ടിക്ക് ഒരു 3 മോഡുണ്ട്. ഇത് സ്പോർട്സ് മോഡ്, ഇത് എക്കോ മോഡിൽ തന്നെ സിറ്റി മോഡും വരുന്നുണ്ട്. നമുക്ക് വണ്ടി ഇപ്പോൾ കിടക്കുന്നത് പാർക്കിലാണ്. നമ്മൾ വണ്ടി എപ്പോഴും എടുക്കാൻ നേരം പാർക്ക് എന്നുള്ള ഓപ്ഷനാണ് വണ്ടി കിടക്കുന്നത്. നമുക്കിനി ഇവിടെ ഈ നോബിനെ തിരിച്ചാൽ മതി, മോഡ് മാറി. ഇപ്പോൾ നമുക്ക് കാണാം 6 വന്നപ്പോൾ റിവേഴ്സ്. ഇവിടെ നമുക്ക് ടച്ച് സ്ക്രീനിൽ ക്യാമറ വരെ ഓൺ ആയിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ ഇതിനെ ഇങ്ങോട്ട് തിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ ന്യൂട്രൽ ആവുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വരാക്കി ചോദിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇവിടെ തിരിക്കുമ്പം ഡ്രൈവ്, D വന്ന ഡ്രൈവാണ്. നമുക്കിതിൽ ഇവിടെയാണ് അതിൻ്റെ ഹാൻഡ് ബ്രേക്ക് വരുന്നത്. നമുക്ക് സാധാരണ വണ്ടി പോലെ ലിവർ വലിക്കുന്ന ഓപ്ഷൻ അല്ല ഇതിൽ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് പ്രസ് ചെയ്താൽ ഹാൻഡ് ബ്രേക്ക് ഇപ്പോൾ റിലീസായി. ഹാൻഡ് ബ്രേക്ക് റിലീസാകുമ്പോൾ നമുക്ക് ഇവിടെ ക്ലസ്റ്ററിൽ അതിൻ്റെ സിമ്പലും മാറും. ബ്രേക്ക് ഒന്ന് കുറേ വെച്ചാൽ ബ്രേക്ക് വിടുന്നതായിട്ടൊരു ചെറിയ ഫീൽ നമുക്കിവിടെ കാലി കിട്ടുകയും കൂടെ ചെയ്യും. ഇതിൽ ഹാൻഡ് ബ്രേക്ക് ഇടാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട. നമുക്ക് ഇത് ബട്ടൺ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിന് ജസ്റ്റ് മോളിട്ടൊന്നിങ്ങനെ ആക്കിയാൽ മതി, ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ആവും. ഹാൻഡ് ബ്രേക്ക് ആവും. ഇപ്പോൾ നിലവിൽ ഇത് താഴോട്ട് പ്രസ് ചെയ്താൽ ഹാൻഡ് ബ്രേക്ക് റിലീസാവും. വണ്ടി ഡ്രൈവ് ചെയ്യാൻ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ ഡ്രൈവിൽ കിടപ്പുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കാല് ബ്രേക്കിൽ നിന്ന് മാറ്റിയാൽ മതി, അപ്പോൾ തന്നെ വണ്ടി മുന്നോട്ട് പോകും. നമ്മൾ ബാക്കി നോക്കി ഓടിച്ചാൽ മതി. ആക്സിലേറ്റർ കൊടുക്കുന്ന കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് ഫെദർ ടച്ച് എന്ന രീതിക്ക് പതുക്കെ കൊടുക്കുക. പതുക്കെ കൊടുത്ത് വണ്ടി ഒരേ സ്പീഡിൽ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുക. നമ്മൾ ആക്സിലേറ്റർ കൊടുത്തും എടുത്തും ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ റേഞ്ച് വളരെ പെട്ടെന്ന് കുറയാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യമാണ്. ഇത്രയേ ഉള്ളൂ വണ്ടി ഓടിക്കാൻ വേണ്ടി. നമുക്ക് ഇനി മോഡ് വരുമ്പോൾ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ മോഡ് മാറ്റിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് സിറ്റി മോഡ് അത്യാവശ്യം നമുക്ക് ഓടാൻ പറ്റിയ ഒരു പവർ കാര്യങ്ങളാണ്. നമുക്ക് ഇനി താഴെ തന്നെ ഇവിടെ ഡ്രൈവിങ്ങിൽ തന്നെ നമ്മളിവിടെ ഈ ഒരു ഇലയുടെ സിമ്പലുണ്ട്, ഒരു ഗ്രീൻ സിമ്പൽ. ഇതിലൊന്ന് പ്രസ് ചെയ്താൽ വണ്ടിയിൽ വിളിച്ച് പറയും, എക്കോണമി ഡ്രൈവ് മോഡ് ആക്റ്റീവ് വിളിച്ച് പറയും. പക്ഷേ ഇതെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് റേഞ്ച് കൂടുതൽ കിട്ടും, പവറും എല്ലാം കുറവായിരിക്കും. പക്ഷേ വണ്ടി കുറച്ചും കൂടെ റേഞ്ച് കൂടുതൽ പോകും. നമ്മൾ ഇതിട്ട് ഓടിച്ചാൽ തൊട്ടിപ്പുറത്ത് സ്പോർട്സ് മോഡുണ്ട്. സ്പോർട്സ് ഇട്ടാൽ സ്പോർട്സ് ഡ്രൈവായി. സ്പോർട്സ് ആയ വണ്ടി ഭയങ്കര സ്പീഡായിരിക്കും. കാരണം നല്ല ആക്സിലേറ്റർ അങ്ങ് സ്മൂത്ത് ആവും, നല്ല പവറിൽ വണ്ടി ഓട്ടിക്കാൻ പറ്റും. പക്ഷേ പ്രശ്നം വെച്ചാൽ റേഞ്ച് നല്ല കുറവായിരിക്കും ഈ വണ്ടിയിൽ. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. നമുക്ക് ഇവിടെ വീണ്ടും എക്കോയിൽ തന്നെ അടിച്ച് എക്കോ വരുന്നുണ്ട്. തൊട്ട് ഒന്നും കൂടെ പ്രസ് ചെയ്ത് സിറ്റി മോഡാണ് ഏറ്റവും കൂടുതൽ ഓട്ടിക്കാൻ വേണ്ടി നല്ലത്. അതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് റേഞ്ചും ഒരു മാക്സിമം റേഞ്ചും കാണും. പക്ഷേ വണ്ടി ഓട്ടിക്കാൻ സ്മൂത്ത് ആയിരിക്കും. അതാണ് സിറ്റി മോഡിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ വണ്ടി ഓഫ് ആക്കുമ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് മോഡ് നേരെ തിരിച്ച് പാർക്കിലാക്കുക. പാർക്കിലാവുന്നതിന് ഇവിടെ ഹാൻഡ് ബ്രേക്കും എല്ലാം ഓക്കെ, ഇവിടെ പാർക്കിൻ്റെ സിമ്പലെല്ലാം വരും. എന്നിട്ട് നേരെ പുഷ് ബട്ടൺ ഓഫ് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് EV വെഹിക്കിൾ ഓട്ടിക്കുമ്പോൾ ഇത്ര കാര്യമുള്ളൂ, വേറെ ഒന്നുമില്ല, സിമ്പിളാണ്.